നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും യക്ഷി എന്ന പേര് കേട്ടിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ കസിൻസ് കൂടിയിരിക്കുന്ന സമയത്ത് പല യക്ഷി കഥകളും പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില രാത്രികൾ ഉണ്ടായിട്ടുണ്ടാകും. യക്ഷി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് വെള്ള സാരിയുടുത്ത് നീണ്ട മുടിയും കൂർത്ത പല്ലുകളും ചോര ഒലിക്കുന്ന കണ്ണുകളുമായിട്ടുള്ള ഒരു രൂപത്തെ ആയിരിക്കും. വഴിയാത്രക്കാരെ വശീകരിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ. എന്നാൽ യക്ഷിയുടെ യഥാർത്ഥ കഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? യക്ഷി എവിടെ നിന്നാണ് വന്നത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ പണ്ടുകാലത്ത് പറഞ്ഞു പേടിപ്പിച്ച ആ യക്ഷിയുടെ പിന്നിലെ ചരിത്രവും ഐതിഹ്യവുമാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു, ജൈന, ബുദ്ധ വിശ്വാസികളിൽ യക്ഷികൾ പ്രകൃതിയുടെ ദേവതകളായി കണക്കാക്കപ്പെട്ടിരുന്നു. മരങ്ങൾ, കാടുകൾ, ജലസ്രോതസ്സുകൾ, സമൃദ്ധി, സന്താനലാഭം എന്നിവയുടെ പ്രതീകമായിരുന്നു അവർ. ക്ഷേത്രങ്ങളിലെ നിരവധി ശില്പങ്ങളിൽ യക്ഷികളെ അതീവ മനോഹരമായ സ്ത്രീകളായി ചിത്രീകരിച്ചിട്ടുമുണ്ട്. അന്നത്തെ യക്ഷികൾ ദുഷ്ടാത്മാക്കളായിരുന്നില്ല. കാലക്രമേണ പ്രത്യേകിച്ച് കേരളത്തിലെ നാടോടി കഥകളിൽ യക്ഷിയുടെ കഥയ്ക്ക് പുതിയ രൂപം ലഭിക്കുകയായിരുന്നു. അന്യായമായി കൊല്ലപ്പെട്ടവളോ പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടവളോ അതുമല്ലെങ്കിൽ പ്രതികാരം ചെയ്യാതെ മരിച്ചവളോ ആയ സ്ത്രീയുടെ ആത്മാവ് യക്ഷിയായി മാറുമെന്നാണ് വിശ്വാസം. തൻ്റെ ജീവിതത്തിലെ വേദനയും അനീതിയും കാരണം അവളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാതെ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു എന്നായിരുന്നു പഴയ കഥകൾ. യക്ഷിയെ അതീവ സുന്ദരിയായ സ്ത്രീയായാണ് വിവരിക്കുന്നത്. നീണ്ട കറുത്ത മുടി, വെള്ള സാരി, മധുരമായ ശബ്ദം. രാത്രിയിൽ പാലമരങ്ങൾക്കിടയിലും വിജനമായ വഴികളിലും കിണറുകൾക്കരികിലും അവൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. വഴിയാത്രക്കാരെ സഹായം ചോദിച്ചോ സംസാരിച്ചോ അതുമല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട് ആകർഷിച്ചോ അടുത്തേക്ക് വിളിക്കും. എന്നാൽ അടുത്തെത്തുമ്പോൾ അവളുടെ യഥാർത്ഥ ഭീകരരൂപം വെളിപ്പെടും എന്നാണ് ഐതിഹ്യം. ചില കഥകളിൽ നീണ്ട കോമ്പല്ലുകൾ, ചിലതിൽ പിന്നോട്ട് തിരിഞ്ഞ കാലുകൾ, മനുഷ്യരുടെ ജീവശക്തി കവർന്നെടുക്കുന്ന അതിഭയങ്കര ശക്തി എന്നിവയാണ് യക്ഷിയുടെ പ്രത്യേകതകളായി പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യക്ഷിക്കഥയുണ്ട്. എന്താണെന്നറിയാമോ? കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. പ്രതികാരത്തിനായി തിരികെ വന്ന സ്ത്രീയുടെ കഥയായി ഇന്നും ഈ ഐതിഹ്യം തലമുറകളിലൂടെ പറയപ്പെടുന്നു. കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് പറയുമ്പോൾ കടമറ്റത്തെ കത്തനാരെ എങ്ങനെ മറക്കാൻ കഴിയും? യക്ഷികളെയും മറ്റു ദുഷ്ടശക്തികളെയും തൻ്റെ ആത്മീയ ശക്തി കൊണ്ട് കീഴടക്കിയെന്നാണ് കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് നാടോടി കഥകളിൽ പറയുന്നത്. എന്നാൽ ഒരു പ്രധാന കാര്യം യക്ഷികളുടെ അസ്തിത്വം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇവ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നാടോടി വിശ്വാസികളുടെയും ഭാഗമായ കഥകളാണ്. പഴയകാലത്ത് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, അപരിചിതരെ വിശ്വസിക്കരുത് എന്നെല്ലാമുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം കഥകൾ ഉപയോഗിച്ചിരുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ യക്ഷി ശരിക്കും ഉണ്ടായിരുന്നു? അതോ തലമുറകളിലൂടെ പകർന്നു വന്ന ഒരു ഭയാനക ഐതിഹ്യം മാത്രമായിരുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും ഓരോരുത്തരുടെയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ക്ഷേത്രങ്ങളിലുള്ള യക്ഷി ദേവതാ സങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കാം. യക്ഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാണ് ഉള്ളിൽ വരുന്നത്. നമ്മളെ പണ്ട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്ന കഥകളായിരിക്കും നമുക്ക് മനസ്സിൽ ഓടി വരുന്നത്. ആ ഭയപ്പെടുത്തുന്ന യക്ഷിക്ക് ക്ഷേത്രത്തിൽ എന്തിനാണ് ഒരു ശ്രീകോവിൽ? എന്തിനാണ് ആയിരക്കണക്കിന് ഭക്തർ ദിവസവും യക്ഷിക്ക് വളയും പൊട്ടും കൺമഷിയുമൊക്കെ സമർപ്പിക്കുന്നത്? കേരളത്തിലെ പഴയ വിശ്വാസം അനുസരിച്ച് യക്ഷി എന്നാൽ വെറും പ്രേതമല്ല. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അകാലത്തിൽ മരിച്ചുപോയ അല്ലെങ്കിൽ ദുരന്തപൂർണമായ ജീവിതം നയിച്ച സ്ത്രീകൾ ശക്തരായ ആത്മാക്കളായി മാറുന്നു എന്നാണ് സങ്കല്പം. ചിലർ ഉപദ്രവകാരികളായി തുടരും, എന്നാൽ ചിലരെ മന്ത്രവാദികളും തന്ത്രിമാരും ബന്ധിച്ച് ശക്തി നിയന്ത്രിക്കും. ഈ ബന്ധനത്തിൻ്റെ അവസാന ഘട്ടമാണ് ഏറ്റവും പ്രധാനം. എന്തെന്ന് വെച്ചാൽ ശക്തിയെ ഒരിക്കലും നശിപ്പിക്കുകയല്ല, മറിച്ച് ആ ശക്തിയെ ഒരു ദേവതയായി പ്രതിഷ്ഠിച്ച് ക്ഷേത്രത്തിൻ്റെ കാവൽ ദേവതയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് യക്ഷിയെ തോൽപ്പിക്കുന്നതല്ല ലക്ഷ്യം.
അവളുടെ ഭീകര ശക്തിയെ ഭക്തിയിലേക്കും സംരക്ഷണത്തിലേക്കും തിരിച്ചുവിടുന്നതാണ് കേരളത്തിലെ യക്ഷിപ്രതിഷ്ഠകളുടെ ആത്മാവ് എന്നാണ് ചുരുക്കം. കള്ളിയങ്കാട്ട് നീലി എങ്ങനെയാണ് പനയന്നൂർക്കാവിലെ യക്ഷിയമ്മ ആയതെന്നറിഞ്ഞാലോ? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ യക്ഷിക്കഥകളിലൊന്നാണ് കടമറ്റത്ത് കത്തനാരും കള്ളിയങ്കാട്ട് നീലിയും തമ്മിലുള്ളത്. നാട്ടിൽ ഭീതി പരത്തിയ ഈ യക്ഷിയെ കത്തനാർ തൻ്റെ മന്ത്രശക്തിയാൽ ബന്ധിച്ചു എന്നാണ് ഐതിഹ്യം. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനയന്നാർക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇന്നും ഈ കള്ളിയങ്കാട്ട് നീലി യക്ഷിയമ്മയായി കുടികൊള്ളുന്നു. ഭദ്രകാളിക്കും ശിവനുമൊപ്പം ഒരു ഉപദേവതയായി ആദരിക്കപ്പെടുന്നു. ഭയത്തിൻ്റെ പര്യായമായിരുന്ന ഒരു പേര് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഭക്തി കൊണ്ട് വിളിക്കപ്പെടുന്ന ഒരമ്മയായി മാറി. ഇതാണ് സത്യം. പത്തനംതിട്ട ജില്ലയിലെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിനും സ്വന്തമായി ഒരു യക്ഷിക്കഥയുണ്ട്. പട്ടമന ഇല്ലത്തെ ഒരു യുവതി പമ്പയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഭീകരയായ ഒരു യക്ഷി അവളെ ആക്രമിച്ചു എന്നാണ് കഥ. എന്നാൽ പിടിക്കപ്പെട്ട യക്ഷി ഇനി ആരെയും ഉപദ്രവിക്കില്ലെന്ന് സത്യം ചെയ്തു. ആ വാക്ക് പാലിക്കാൻ അവൾക്ക് നാലമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക ശ്രീകോവിലും പണിതു. ഉഗ്രശക്തികളെ പ്രതിഷ്ഠിക്കാൻ പരമ്പരാഗതമായി തിരഞ്ഞെടുക്കുന്ന ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം. ഇതിനെ നിരുതി കോൺ എന്നറിയപ്പെടുന്നു. കൊറ്റൻകുളങ്ങര, ഐരാണിക്കുളം, ആദിത്യപുരം തുടങ്ങി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും യക്ഷിയമ്മ ഒരു ഉപദേവതയായി കുടികൊള്ളുന്നു. പലയിടത്തും ഇവരെ വിളിക്കുന്നത് കന്യാവ് എന്നാണ്. അതായത് വിവാഹം കഴിക്കാതെ ജീവിതം അവസാനിച്ച ഒരു യുവതിയുടെ ആത്മാവ്. അതുകൊണ്ട് തന്നെ ഭക്തർ യക്ഷിയമ്മയ്ക്ക് സമർപ്പിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളല്ല, മറിച്ച് ഒരു പെൺകുട്ടിക്ക് ചേരുന്ന വളയും പൊട്ടും കൺമഷിയും എല്ലാമാണ്. ഇത് കേവലം ഒരു ആചാരമല്ല, അകാലത്തിൽ പൂർത്തിയാകാതെ പോയ ഒരു ജീവിതത്തോടുള്ള കേരളത്തിൻ്റെ വൈകാരികമായ ബഹുമാനമാണ്. ഭയത്തെയല്ല, നഷ്ടത്തെയാണ് ഈ ആചാരം അടയാളപ്പെടുത്തുന്നത്. ഇത് കേരളത്തിൻ്റെ ശക്തി സങ്കല്പത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഒരു ശക്തിയെ ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. പകരം അതിനെ ബഹുമാനത്തിലേക്കും ഭക്തിയിലേക്കും തിരിച്ചുവിടണം. അതുകൊണ്ടാണ് ഇന്നും യക്ഷിയമ്മയുടെ നടയിൽ വിളക്ക് കത്തുന്നത്, കാവിലെ ഇരുട്ടിൽ ഒരു അമ്മ കാവലിരിക്കുന്നത്. ഭയപ്പെടേണ്ട, പ്രേതമല്ല അവൾ, മറിച്ച് സ്വന്തം കഥയെ അതിജീവിച്ച ഒരു ദേവതയാണ്. അപ്പോൾ അടുത്ത തവണ ക്ഷേത്രത്തിൽ ഒരു യക്ഷിയമ്മയുടെ ചെറിയ ശ്രീകോവിൽ കണ്ടാൽ ഓർക്കുക, അതൊരു പേടി സ്വപ്നത്തിൻ്റെ അടയാളമല്ല, മറിച്ച് ഒരു കഥയുടെ, ഒരു ജീവിതത്തിൻ്റെ ബഹുമാനത്തിൻ്റെ അടയാളമാണ്.